ഹേ ഗൈസ്, ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഹോസ്റ്റൽ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. രാവിലെ എണീറ്റുടനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് പല്ലൊക്കെ തേച്ച് അതിനുശേഷം വന്ന് തലമുടിയൊക്കെ ചീകി കെട്ടിയതിന് ശേഷം രാവിലെ തന്നെ തുണി അലക്കാനുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. അപ്പം ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയണ കവറും ഒക്കെ എടുത്ത് കഴുകാനിട്ടു. അതിനുശേഷം നമ്മൾ അതൊക്കെ കൊണ്ടുപോയി ടെറസിൻ്റെ മുകളിൽ സോപ്പ് പൊടിയൊക്കെ വെച്ച് കുതിർത്ത് വെച്ചു. പിന്നീട് റൂമിൽ വന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി. അതിനുശേഷം റൂമെല്ലാം ഒന്ന് വൃത്തിയായിട്ട് തൂത്തു. നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പൊടി മാത്രമല്ല, ആവശ്യത്തിലധികം മുടി ഉണ്ടായിരുന്നു. അതാണ് റൂമിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് വൃത്തിയായിട്ടൊന്ന് തൂത്തുവാരി. സത്യം പറഞ്ഞാൽ പൊടിയേക്കാൾ കൂടുതൽ മുടിയായിരുന്നു റൂമിലുള്ളത്. അതെല്ലാം തൂത്തുവാരി പുറത്തുകൊണ്ട് കളഞ്ഞു. പിന്നീട് വൃത്തിയായിട്ട് റൂം ഒന്ന് തുടച്ചു. എല്ലാ ഭാഗവും നന്നായിട്ട് ചേർത്ത് തുടച്ചിട്ടുണ്ട്. കാരണം എവിടെയൊക്കെ പൊടിയിരിക്കും മുടിയിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് റൂം വൃത്തിയായിട്ടൊന്ന് തുടച്ചു. പിന്നെ നേരെ വന്ന് കുതിർത്ത് വെച്ചിരുന്ന തുണിയൊക്കെ കഴുകി. വലിയ വലിയ ബെഡ്ഷീറ്റുകളും അതുപോലെ സാരിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴുകാൻ. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ കഴുകി തീർത്തു. പിന്നെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടു. തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ താഴെ വന്നു. നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല സൗണ്ടും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ നല്ല തണുത്ത മഴയായിരുന്നു. കുറച്ച് നേരം അത് ആസ്വദിച്ച് കണ്ടു നിന്നതിന് ശേഷം നമുക്ക് സെമിനാർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിൻ്റ് ഇട്ട് സെമിനാറൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ അസൈൻമെൻറ്റൊക്കെ എഴുതി കുറച്ച് നേരം അസൈൻമെൻറ്റൊക്കെ എഴുതി അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കുറച്ച് നേരം മുകളിലോട്ട് നോക്കി ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചു. അപ്പോൾ ഇന്ന് അതിനുശേഷം ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് നമ്മൾ കുറേ നേരം സിനിമയൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.